പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോയുടെ കഥയില്ലാതെ നമുക്ക് ഒരിക്കലും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കഥ പറയാൻ സാധിക്കാറില്ലല്ലോ. അതുപോലെ ഒരു അമ്മയുടെ കഥയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. സലേഷ്യൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ജോൺ ബോസ്കോയുടെ അമ്മയായ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മമ്മ മാർഗരറ്റാണ്. മമ്മയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ശ്രവിക്കുക. മമ്മ മാർഗരറ്റ് ജനിച്ചത് 1788 ഇറ്റലിയിലെ കപ്രീലിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. മമ്മ മാർഗരറ്റിൻ്റെ മാതാപിതാക്കൾ കൃഷിക്കാരായിരുന്നു. പിതാവ് ഒക്കേന ചെറുപ്പത്തിലെ തന്നെ മാർഗരറ്റിന് വിശുദ്ധരുടെ കഥകളും അതോടൊപ്പം തന്നെ വീരസാഹസിക കഥകളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുക പതിവായിരുന്നു. അതിനാൽ ചെറുപ്പത്തിലെ തന്നെ മാർഗരറ്റിന് വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് ഏറ്റവും അധികം പ്രേരണ ലഭിച്ചിരുന്നത് തൻ്റെ പിതാവിൻ്റെ ശിക്ഷണത്തിലായിരുന്നു. കൂടുതലും വിശുദ്ധിയിൽ ജീവിക്കാനും പ്രാർത്ഥനാ ജീവിതം നയിക്കാനൊക്കെ ആയിട്ട് മമ്മ മാർഗരറ്റിന് ചെറുപ്പത്തിലെ തന്നെ നല്ല പരിശീലനം ലഭിച്ചിരുന്നു. മമ്മയുടെ മാതാപിതാക്കൾ കൃഷിക്കാരായിരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ചെറുപ്പത്തിലെ തന്നെ മമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ ഒതുങ്ങിയതായിരുന്നു. അവൾക്ക് പുറത്തു പോകാനോ കൂട്ടുകാരോട് കളിക്കാനോ അവരുടെ കൂടെ സമയം ചെലവഴിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ തന്നെ ചെയ്യുക, വീടിൻ്റെ കുടുംബത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് വീട്ടുജോലികളൊക്കെ ചെയ്ത് ജീവിക്കുക, കൃഷി ചെയ്യുക, ഇങ്ങനെയൊക്കെയായിരുന്നു ഈ കുഞ്ഞു മാർഗരറ്റിൻ്റെ ജീവിതം ആ ഒരു ചെറുപ്പകാലത്ത് കഴിഞ്ഞു പോരുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ഇല്ലായിരുന്നു. അങ്ങനെ ഒരിക്കൽ പിന്നെ വളർന്നു കഴിഞ്ഞപ്പോൾ മാർഗരറ്റ് ഒരിക്കൽ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരിക്കൽ യാദൃശ്ചികമായിട്ട് ഒരു സ്ത്രീയെ പരിചയപ്പെടുന്ന ഒരു സംഭവം ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. മിസ്സസ് ബോസ്കോ, ഫ്രാൻസിസ്കോ ബോസ്കോയുടെ ഭാര്യയാണ് ആ സ്ത്രീ. അപ്പോൾ അങ്ങനെ അവരെയായിട്ട് പരിചയത്തിലായി. അങ്ങനെ അവരെയായിട്ടുള്ള ഒരു സൗഹൃദമാണ് പിന്നെ മമ്മ മാർഗരറ്റിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. അപ്പോൾ ഇങ്ങനെ ഇവരുടെ സൗഹൃദം വളരെ നന്നായി മുന്നോട്ട് പോയിരുന്നു. അവർക്കൊരു കുഞ്ഞുണ്ട്, ആൻ്റണി എന്ന അവളുടെ പേര്. അപ്പോൾ ഇവരുടെ ജീവിതമായിട്ട് ഈ ഒരു കുടുംബമായിട്ട് വളരെ നല്ലൊരു സുഹൃത്ത് ബന്ധം മാർഗരറ്റിനുണ്ടായിരുന്നു. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സംഭവം പിന്നെ അവരുടെ ആ കുടുംബത്തിൽ സംഭവിക്കുക. പെട്ടെന്ന് തന്നെ ഈ ഒരു സുഹൃത്ത് പെട്ടെന്ന് മമ്മയ്ക്ക് നഷ്ടപ്പെടുകയാണ്. കാര്യം പെട്ടെന്നൊരു അസുഖം വന്ന് മിസ്സസ് ബോസ്കോ മരണപ്പെടുന്നു. അങ്ങനെ ആ ഒരു കുടുംബത്തിൽ പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു ഗ്യാപ്പ്, പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ നന്നായി പോയിക്കൊണ്ടിരുന്ന ആ ഒരു കുടുംബത്തിൽ വലിയൊരു വിള്ളലാണ് ഈ ഒരു മരണത്തോടെ സംഭവിക്കുക. അതിനുശേഷം ഇവരുടെ കുഞ്ഞ് ആൻ്റണിയുടെ ജീവിതമാണ് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത്. എന്തുകൊണ്ടാണ് ആൻ്റണിയുടെ ലൈഫിനെ കുറിച്ച് പറയേണ്ട കാര്യം എന്ന് നമുക്ക് പിന്നീട് ഈ ഒരു മമ്മയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആൻ്റണിയുടെ അമ്മ മിസ്സസ് ബോസ്കോയുടെ മരണത്തിന് ശേഷം പെട്ടെന്ന് തന്നെ ആൻ്റണിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ തുടങ്ങി. അവൻ വളരെ കാർക്കശ്യ സ്വഭാവമുള്ളവനായിത്തീരുന്നു. പിന്നെ ആരും പറയുന്നത് അനുസരിക്കുന്നില്ല. അങ്ങനെ ആർക്കും തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിയായി ആൻ്റണി മാറുകയാണ്. അപ്പോൾ ആ സമയത്തും മാർഗരറ്റ് ഈ ഒരു കുടുംബമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോയിരുന്നു. അപ്പോൾ എല്ലാവർക്കും മാർഗരറ്റിനെ വളരെ ഇഷ്ടമാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ മാർഗരറ്റിനെ ആൻ്റണിയുടെ പിതാവ് ബോസ്കോയെ വിവാഹം കഴിക്കുവാനായിട്ട് ബോസ്കോയുടെ അമ്മ ഒരു അഭിപ്രായം ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ബോസ്കോ അങ്ങനെ അമ്മയുടെ അഭിപ്രായ പ്രകാരം മാർഗരറ്റിനെ വിവാഹം കഴിച്ച് ആ ഒരു കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷമാണ് ഇവരുടെ ഈ ഒരു ഫാമിലിയിൽ പെട്ടെന്ന് തന്നെ വലിയ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അതായത് മാർഗരറ്റ് വളരെ സ്നേഹത്തോടു കൂടി തന്നെ ആൻ്റണിയോട് ഇടപഴകാനും അവൻ്റെ ആ ഒരു സ്വഭാവ രീതിയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ ആയിട്ട് മാർഗരറ്റ് വളരെയധികം ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആൻ്റണിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. എന്നാലും ഇതൊരു വലിയൊരു സഹനമായിരുന്നു മാർഗരറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുഞ്ഞിനെ വളർത്തുന്നത്. അങ്ങനെ ഇവരുടെ വിവാഹശേഷം മാർഗരറ്റിന് അവർക്ക് ആദ്യത്തെ ഒരു കുഞ്ഞ് ജനിക്കുന്നു, ജോസഫ്. അതിനുശേഷം രണ്ടാമത്തെ കുട്ടിയും ഉണ്ടാവുന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വിശുദ്ധൻ ജോൺ ജനിക്കുക, ജോൺ അല്ലെങ്കിൽ ജിയോവാനി എന്ന് പറയാം. അങ്ങനെ ജിയോവാനിയുടെ ജനനം. അങ്ങനെ ഈ രണ്ട് കുട്ടികളും മാർഗരറ്റിന് ഈ ഒരു വിവാഹബന്ധത്തിൽ ലഭിക്കുകയാണ്.
അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ മാർഗരറ്റിൻ്റെ ജീവിതത്തിൽ ഇവർക്ക് ഈ 3 കുട്ടികളുടെയും കാര്യങ്ങൾ ഒരുമിച്ച്, കാര്യം വ്യത്യസ്ത സ്വഭാവക്കാരാണ്. അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് മാർഗരറ്റ് നന്നായിട്ട് പ്രയാസപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എന്നാലും അതെല്ലാം വളരെ സഹിഷ്ണുതയോടും സ്നേഹത്തോടും കൂടി അവരുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് മാർഗരറ്റ് പിന്നെ ശ്രമിക്കുന്നു. അപ്പോൾ ഇവരുടെ ഈ 3 മക്കളിൽ ഏറ്റവും അധികം എടുത്തു പറയാൻ നമുക്ക് മാർഗരറ്റിൻ്റെ ജീവിതവുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ഇളയ കുട്ടി ജിയോവാനി അല്ലെങ്കിൽ ജോൺ ബോസ്കോയുടെ ജീവിതമാണ്. അപ്പോൾ ഇവന് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലേ തന്നെ ഒരു വൈദികനായി തീരണമെന്നൊരു ആഗ്രഹം അവന് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അത് അവൻ നല്ല അമ്മയുടെ ആ ഒരു ശിക്ഷണത്തിൽ വളർന്നുകൊണ്ട് തന്നെ നല്ലൊരു പ്രാർത്ഥനാ ജീവിതം അവനുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ ഒരു ദൈവവിളി അവൻ തിരിച്ചറിഞ്ഞ് അവന് വൈദികനാവണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ആ ഒരു ജീവിത സാഹചര്യം അനുസരിച്ച് അതൊന്നും അവർക്ക് സാധ്യമായിരുന്നില്ല. അങ്ങനെ ഇവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ടേണിംഗ് പോയിൻ്റ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക. പെട്ടെന്ന് തന്നെ ഇവരുടെ പിതാവ് ബോസ്കോ പെട്ടെന്ന് രോഗബാധിതനായി തീരുന്നു. ന്യൂമോണിയ ബാധിച്ച് കിടപ്പിലായി തീരുകയാണ്. അപ്പോൾ ബോസ്കോയുടെ അവസ്ഥ ഓരോ ദിവസം കഴിയുന്തോറും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അത് കാണുമ്പോൾ തന്നെ മാർഗരറ്റിന് മനസ്സിലായി ബോസ്കോ ഇനി അധികം നാൾ തന്നോടൊപ്പം ഉണ്ടാവില്ല, ഇത് അദ്ദേഹത്തോടൊപ്പമുള്ള അവസാനത്തെ യാത്രയാണെന്ന് മാർഗരറ്റ് തിരിച്ചറിയുകയും അദ്ദേഹത്തെ മരണത്തിന് വേണ്ടിയിട്ട് ഒരുക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മരണത്തിന് ഒരുക്കി വളരെ നല്ല ഒരുക്കത്തോടു കൂടി തന്നെ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. പിന്നീട് ഈ കുടുംബം വളരെയേറെ കഷ്ടതകളിലൂടെയാണ് പിന്നീട് കടന്നു പോകുന്നത്. കാര്യം ഇവരുടെ സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം ബോസ്കോയാണ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ബോസ്കോ നന്നായി നോക്കിയിരുന്നു. പെട്ടെന്ന് ആ ഒരു കുടുംബത്തിൻ്റെ അത്താണി ഇല്ലാതായി തീരുകയാണ്. പിന്നീട് ആ കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി മൊത്തം മാർഗരറ്റിൻ്റെ തലയിൽ വരികയാണ്. പക്ഷേ ഏറ്റവും മൂത്ത മകൻ എന്ന് പറയുന്നത് ആൻ്റണിയാണ്. സ്വാഭാവികമായും ആൻ്റണിയാണ് ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. പക്ഷേ ആൻ്റണി അതൊന്നും കാര്യമാക്കുന്നില്ല. അവൻ തന്നെ പഴയ ആ ഒരു സ്വഭാവ രീതിയിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഇല്ലാതെ തന്നെ ആൻ്റണി മുന്നോട്ട് പോവുകയാണ്. ഇതുകൂടാതെ അവൻ ചെയ്യുന്ന അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവന് വളരെയധികം ജോൺ ബോസ്കോയെ വളരെയധികം അവൻ വേദനിപ്പിച്ചിരുന്നു. അവന് ജോൺ ബോസ്കോയെ പഠിക്കാൻ വിടാനോ അല്ലെങ്കിൽ അവനൊരു നല്ലൊരു കാര്യം ചെയ്യാനായിട്ടൊന്നും ആൻ്റണി സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ ആൻ്റണി എല്ലാത്തിനെയും വളരെ ശക്തമായി തന്നെ എതിർക്കുകയും അവൻ്റെ ജീവിതം ഒന്ന് പുരോഗമിക്കാനായിട്ട് അനുവദിക്കാതെ എല്ലാത്തിനും തടസ്സം നിൽക്കുന്ന ഒരു സ്വഭാവം ആൻ്റണിക്കുണ്ടായിരുന്നു. അപ്പോൾ മമ്മ മാർഗരറ്റിന് എല്ലാ മക്കളും ഒരുപോലെയാണെങ്കിലും ജോൺ ബോസ്കോയുടെ ഈ ഒരു ആഗ്രഹം, അതായത് അവന് വൈദികനായി തീരണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിന് കൂടെ നിന്ന് അവനെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യണമെന്ന് മമ്മ മാർഗരറ്റിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആൻ്റണി എപ്പോഴും ഇതിന് തടസ്സം നിൽക്കുകയായിരുന്നു. പക്ഷേ ഇവനൊരു നല്ലൊരു വിദ്യാഭ്യാസം നൽകുക, അതിന് എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടെത്താനായിട്ട് മമ്മ മാർഗരറ്റ് പിന്നെ അതിനുള്ള വഴി കണ്ടെത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അവരുടെ പരിചയത്തിലുള്ള ഒരു വൈദികനെ കണ്ട് ഈ ഒരു ആവശ്യം ജോൺ ബോസ്കോയ്ക്ക് വിദ്യാഭ്യാസം നേടുന്നതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് കരുതി ഫാദർ കൊളാസോയെ കണ്ട് ജോൺ ബോസ്കോയുടെ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വൃദ്ധ വൈദികനാണ്, പക്ഷേ അദ്ദേഹത്തിന് ജോൺ ബോസ്കോയെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ജോൺ ബോസ്കോ തൻ്റെ കൂടെ നിൽക്കട്ടെ, അവൻ്റെ കാര്യങ്ങൾ പഠന കാര്യങ്ങൾ താൻ തന്നെ നോക്കിക്കോളാം, അപ്പോൾ അവൻ്റെ വിദ്യാഭ്യാസ ചെലവിനുള്ള കാര്യങ്ങളും അവന് വൈദികനാണെങ്കിൽ അതിനുള്ള സപ്പോർട്ടും എല്ലാം താൻ കൊടുത്തേക്കാമെന്ന് മമ്മ മാർഗരറ്റിന് വാക്കുകൊടുക്കുകയും തുടർന്ന് ജോൺ ബോസ്കോ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പഠനം ആരംഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വളരെ നല്ല രീതിയിലുള്ള ഒരു സൗഹൃദം ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അദ്ദേഹം ജോൺ ബോസ്കോയെ ടേക്ക് കെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ജോൺ ബോസ്കോയുടെ പഠന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അവൻ പഠിക്കാനും നല്ല മിടുക്കനായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു വൈദികൻ, ഈ ഒരു അച്ഛന് പെട്ടെന്ന് ഫാദർ കൊളോസോ പെട്ടെന്ന് തന്നെ സ്ട്രോക്ക്, അതായത് പക്ഷപാതം വന്ന് അദ്ദേഹം കിടപ്പിലാവുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ചധികം പണം ഉണ്ടായിരുന്നു. അങ്ങനെ സ്ട്രോക്ക് വന്ന് കിടപ്പിലാകുന്ന സമയത്ത് അദ്ദേഹം ജോൺ ബോസ്കോ അടുത്ത് ഇങ്ങനെ ആംഗ്യഭാഷയിലൂടെ സംസാരിക്കാനൊക്കെ ആയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം ഏകദേശം ആ ഒരു കിടപ്പിൽ തന്നെ ഇനി അധികം നാൾ ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരവസ്ഥയിലായിരുന്നു. വളരെയധികം അവശനായി കിടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. അപ്പോൾ ഈ തൻ്റെ ആ ഒരു അവസാന നിമിഷത്തിലായിരുന്ന സമയത്ത്
അദ്ദേഹത്തെ ജോൺ ബോസ്കോയുടെ ആംഗ്യം കാണിച്ചിങ്ങനെ സംസാരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം ഇരുന്ന ഒരു പെട്ടിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവൻ്റെ അടുത്ത് പൈസ ആ പണം എടുക്കാനായിട്ട് അവൻ്റെ വൈദിക ആകാനുള്ള ആ ഒരു ചിലവിനുള്ള പണമെല്ലാം അതിൽ നിന്ന് എടുക്കാനായിട്ട് ആംഗ്യം കാണിച്ച് പറയുന്നുണ്ട്. ജോൺ ബോസ്കോയ്ക്ക് അത് മനസ്സിലാകുന്നുമുണ്ട്. പക്ഷെ നമുക്കറിയാം ഒരു സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ആളുടെ സംസാര രീതി എങ്ങനെയായിരിക്കും, അതൊരിക്കലും വ്യക്തമല്ല. അപ്പോൾ ജോൺ ബോസ്കോ ആദ്യം അത് മനസ്സിലായി അങ്ങനെ പോയി ആ പെട്ടി എടുക്കുന്നുണ്ട് ആദ്യം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോൺ ബോസ്കോയ്ക്ക് അത് അദ്ദേഹം വ്യക്തമായിട്ടല്ലല്ലോ പറഞ്ഞത്. അപ്പം ജോൺ ബോസ്കോയ്ക്ക് എന്തോ മനസ്സിലത് അത്ര ഇതായിട്ട് തോന്നിയില്ല. എടുത്താൽ ശരിയാകുമോ ഇല്ല എന്നുള്ളൊരു തോന്നൽ, ഒരു കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം മനസ്സിൽ വന്നപ്പോൾ ജോൺ ബോസ്കോ ആ പെട്ടി എടുത്തിട്ട് തിരിച്ചു കൊണ്ട് വെച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ വൈദികൻ ഈ ലോകത്തോട് യാത്രയായി. അപ്പോൾ ജോൺ ബോസ്കോയ്ക്ക് പെട്ടെന്ന് തൻ്റെ മുന്നിൽ തൻ്റെ ഭാവിയെക്കുറിച്ച് നോക്കുമ്പോൾ പെട്ടെന്നൊരു ശൂന്യതയാണ് ഉണ്ടായത്. ഇനി എന്തെന്നുള്ളൊരു ചോദ്യം ജോൺ ബോസ്കോയ്ക്ക് വന്നു. കാര്യം ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാവരും അദ്ദേഹത്തെ കാണാൻ വന്നു. അവർ വന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പണമെല്ലാം അവരെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു അതായത് ജോൺ ബോസ്കോയ്ക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്നും ആ വൈദികന് ഇവനെ സഹായിക്കാനായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്നെന്നെല്ലാം ബന്ധുക്കൾക്കെല്ലാം അറിയാമായിരുന്നു. എന്നിട്ട് പോലും അവരത് നൽകാതെ ആ പണവുമായിട്ട് അവർ അവിടെ നിന്ന് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോൺ ബോസ്കോയ്ക്ക് പിന്നെ മുന്നോട്ട് അദ്ദേഹത്തിൻ്റെ പഠനമൊന്നും തുടരാനായിട്ട് സാധിക്കുന്നില്ല. തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ മമ്മ മാർഗരറ്റ് വീണ്ടും വിഷമത്തിലാകുകയാണ്. തൻ്റെ മകനെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും മമ്മയെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ അപ്പോൾ വീട്ടിൽ വീണ്ടും ജോൺ ബോസ്കോ വന്ന് അവിടുത്തെ കന്നുകാലികളെ മേയ്ക്കുന്നപ്പം കൃഷിപ്പണി ഇതൊക്കെ ചെയ്ത് കൊണ്ട് വീണ്ടും തൻ്റെ ജീവിതം തുടരുകയാണ്. പക്ഷേ മമ്മ മാർഗരറ്റിന് അറിയാമായിരുന്നു തൻ്റെ മകന് നല്ലൊരു ദൈവവിളിയുണ്ട്. ആ ഒരു വിളിയിലേക്ക് നയിക്കാനായിട്ട് ആ ഒരു ദൈവവിളിയിൽ അതിന് പ്രത്യുത്തരിക്കാനായിട്ടുള്ള സഹായം എല്ലാവിധത്തിലും താൻ ചെയ്തു കൊടുക്കണമെന്ന് മമ്മ മാർഗരറ്റിന് നല്ല ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും അടുത്ത വഴി ആലോചിക്കാനായിട്ട് തുടങ്ങി. ഇതേ സമയം ആൻ്റണിയുടെ പീഡനങ്ങൾ, അവൻ്റെ മൂത്ത സഹോദരൻ ആൻ്റണിയുടെ പീഡനങ്ങൾ വീട്ടിൽ തുടർന്നുകൊണ്ടിരുന്നു. ജോൺ ബോസ്കോയെ പഠിക്കാൻ അനുവദിക്കാതെ അവനെ മാനസികമായിട്ട് വിഷമിപ്പിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പോൾ വീട്ടിൽ ജോൺ ബോസ്കോ നിൽക്കും തോറും മമ്മയ്ക്ക് കൂടുതൽ വിഷമമാകാൻ തുടങ്ങി. കാര്യം ഇവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു തോന്നൽ മമ്മയുടെ മനസ്സിൽ നന്നായിട്ട് ഉണ്ടായി. അങ്ങനെയാണ് മമ്മ മാർഗരറ്റിൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്ത കടന്നു വന്നത്. അതായത് ഇവൻ്റെ അപ്പൻ്റെ ഒരു സുഹൃത്ത് കുറച്ചകലെ താമസിക്കുന്നുണ്ട്. അപ്പോൾ മമ്മ മാർഗരറ്റ് പറയും, നീ ചെന്ന് അദ്ദേഹത്തോട് നിൻ്റെ ആവശ്യം പറയുക, ബോസ്കോയുടെ മകനാണെന്ന് പറഞ്ഞിട്ട് നിൻ്റെ ആവശ്യമൊക്കെ പറയുക, തീർച്ചയായിട്ടും അതൊരു നല്ല സുഹൃത്താണ്, അദ്ദേഹം നിന്നെ സഹായിക്കും എന്നും പറഞ്ഞ് വളരെ വേദനയോടുകൂടി ആണെങ്കിൽ തന്നെയും അവനാവശ്യമായ സാധനങ്ങളൊക്കെ കയ്യിൽ കൊടുത്തു വിട്ട് അവനെ യാത്രയാക്കുകയാണ് അവൻ്റെ പിതാവിൻ്റെ സുഹൃത്തിൻ്റെ അടുത്തേക്ക്. അങ്ങനെ അവിടെ ചെന്ന് അവൻ്റെ അപ്പൻ്റെ സുഹൃത്തിനെ കാണുന്നു. അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങളൊക്കെ അവൻ പറയുന്നുണ്ട്. ഇങ്ങനെയാണ്, ഇത്രയും ബുദ്ധിമുട്ടിലാണ് താൻ കടന്നു പോകുന്നതും തനിക്ക് പഠനം തുടരാനായിട്ട് ആഗ്രഹമുണ്ടെന്നും വൈദികനായി തീരാനുള്ള ആഗ്രഹമുണ്ടെന്നൊക്കെ അവൻ പറയുന്നു. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ വൈദികനാകണമെങ്കിൽ നല്ല ചിലവാണ്. അതായത് 10,000 ലീറയോളം ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയൊന്നും അവർക്ക് കൊടുക്കാനായിട്ട് അവരുടെ കൈവശമില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്തിയില്ലെങ്കിൽ ജോൺ ബോസ്കോയ്ക്ക് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാവും എന്നുള്ളൊരവസ്ഥയായി. അങ്ങനെ വിഷമത്തോടു കൂടി ജോൺ ബോസ്കോ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ സുഹൃത്തിനോട് പറയുന്നുണ്ടെങ്കിലും അയാൾ ഇത് കേട്ടെങ്കിലും അധികം അവനെ സഹായിക്കാനുള്ള മനസ്സൊന്നും കാണിച്ചില്ല. അവൻ്റെ അടുത്ത് തിരിച്ചു പോകാനായിട്ട് പറഞ്ഞു. ഇവിടെ അവന് പറ്റിയ ജോലിയൊന്നുമില്ല, പൊയ്ക്കൊള്ളാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ജോൺ ബോസ്കോ പെട്ടെന്ന് തന്നെ തകർന്നു പോയി. കാര്യം അവന് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അവൻ നല്ല പ്രതീക്ഷയോടെയാണ് കടന്നു വന്നത്. പക്ഷേ ഇങ്ങനെയൊരു റെസ്പോൺസ് കേട്ടപ്പോൾ അവന് വളരെയധികം മനസ്സ് തകർന്ന് അവൻ കരഞ്ഞുകൊണ്ട് തന്നെ തിരിച്ച് അവൻ്റെ ഭവനത്തിലേക്ക് യാത്രയാണ്. അപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. അദ്ദേഹം അവനെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഇവിടെ കുറച്ച് കന്നുകാലികളെ മേയ്ക്കുന്ന ഒരു ജോലിയുണ്ട്, വേണമെങ്കിൽ നീ അത് ചെയ്തോ എന്ന് പറഞ്ഞ് അവനെ കന്നുകാലി മേയ്ക്കുന്ന ആ ഒരു ജോലി ഏൽപ്പിക്കുകയാണ്. ജോൺ ബോസ്കോയ്ക്ക് സന്തോഷമായി. അങ്ങനെ ജോൺ ബോസ്കോ ഒരു നല്ല മിടുക്കനായ കുട്ടിയാണ് പഠിക്കാനൊക്കെ. എന്നാലും അവന് ഈ ഒരു തൊഴിൽ ചെയ്യുന്നതിനൊന്നും വലിയ മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ സന്തോഷത്തോടു കൂടി ആ ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ അവൻ്റെ
അതോടൊപ്പം തന്നെ അവൻ്റെ പ്രാർത്ഥനാ ജീവിതവും പഠനവും എല്ലാം നന്നായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് യാദൃച്ഛികമായിട്ട് ഒരിക്കൽ അവിടെ വെച്ച് അവൻ്റെ അപ്പൻ്റെ സഹോദരനെ അവിടെ വെച്ച് അവൻ കാണുകയാണ്. അവൻ്റെ അമ്മാവനെ അവൻ അവിടെ വെച്ച് കാണുന്നു. അമ്മാവൻ ഇവനിങ്ങനെ ഈ ഒരു ജോലിയൊക്കെ ചെയ്ത് അവിടെ ഈ സ്ഥലത്തായിരിക്കുന്നത് പെട്ടെന്ന് കാണുകയാണ്. അങ്ങനെ അദ്ദേഹം അവനോട് കാര്യമൊക്കെ ചോദിക്കുന്നു, എന്താണ് നീ ഇവിടെ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അവൻ്റെ വീട്ടിലെ സംഭവങ്ങളൊന്നും ഒട്ടും തന്നെ അറിയില്ലായിരുന്നു. കാര്യം ആൻ്റണി ഇങ്ങനെയാണ് പെരുമാറുന്നതെന്നോ ആൻ്റണി അവിടെ അധികാരം എടുക്കാനായിട്ട് ശ്രമിക്കുന്നതോ അല്ല ഇവനെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അന്ന് അറിയില്ല. അപ്പോൾ ഇവൻ ഇതെല്ലാം പറയുമ്പോഴാണ് അദ്ദേഹം ഇതെല്ലാം അറിയുന്നതും. അവൻ അവൻ്റെ അടുത്ത് പറയും, ഇവിടുത്തെ ജോലിയെല്ലാം എന്തായാലും തൽക്കാലം നിർത്തി വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് അദ്ദേഹം ജോണിനെയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ആൻ്റണിയുടെ അടുത്ത് അദ്ദേഹം കാര്യമായിട്ട് ഒന്ന് ഇരുന്ന് സംസാരിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ കുറച്ച് നാൾ ആൻ്റണിയുടെ സ്വഭാവത്തിലൊക്കെ കുറച്ച് മാറ്റമൊക്കെ വന്നു. അവൻ കുറച്ചൊക്കെ ഒതുങ്ങി. അങ്ങനെ അത് പക്ഷേ അധികം നാൾ നീണ്ടു നിന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ആൻ്റണി വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ആദ്യത്തെ ആ ഒരു അമ്മാവൻ സംസാരിച്ചതിൻ്റെ പേരിൽ കുറച്ച് നാൾ ആൻ്റണി ഒതുങ്ങിയെങ്കിലും പിന്നീട് വീണ്ടും ജോൺ ബോസ്കോയെ പീഡിപ്പിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അങ്ങനെ വീണ്ടും ഇവർ വിഷമത്തിലായി. മമ്മ മാർഗരറ്റും ജോണും ഇനിയൊരു വഴിയില്ല എന്നുള്ളൊരു മട്ടിലായി. അപ്പോൾ ഇതേ സമയം തന്നെ ആൻ്റണിയുടെ കേസ് പെട്ടെന്ന് കോടതിയിലൊക്കെ എത്തുന്നുണ്ട്. കാര്യം ഇവർക്ക് ഇവിടെ ഒന്നിനും അവകാശമില്ലാത്തൊരവസ്ഥയിലാണ് മമ്മ മാർഗരറ്റും ഈ മക്കളും അവിടെ തുടർന്നുകൊണ്ട് പോയിരുന്നത്. അങ്ങനെ ആൻ്റണിയുടെ പീഡനങ്ങളൊക്കെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീണ്ടും എത്തിയപ്പോൾ ആ ഒരു പോയിന്റിലെത്തിയപ്പോൾ വീണ്ടും മമ്മ മാർഗരറ്റ് വീണ്ടും ചിന്തിക്കാനായിട്ട് തുടങ്ങി. ഇവനെ എങ്ങനെ ഇവൻ ആ ഒരു വൈദിക ജീവിതത്തിലേക്ക് നയിക്കാനായിട്ടും പുതിയൊരു വഴി കണ്ടെത്തണമല്ലോ എന്ന് കരുതി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ജോൺ പിന്നെ ഒരു വൃദ്ധ വൈദികനെ അവന് പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് മുമ്പും ജോൺ ചെന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ജോൺ വിചാരിക്കുക ഒന്നും കൂടെ അദ്ദേഹത്തെ കണ്ട് ഒന്ന് സംസാരിക്കാം, തൻ്റെ ആവശ്യമൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടക്കാൻ പോകുന്ന സമയം ജോണിനറിയാം. അങ്ങനെ ജോണ് വയൽ വഴി അദ്ദേഹം നടക്കാൻ ഇറങ്ങുന്ന ആ ഒരു സമയം നോക്കി ഒരു ദിവസം ചെന്ന് അദ്ദേഹം ചെന്ന് കാണുകയും അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ വൈദികർ അധികം ഒന്നും സാധാരണക്കാരായ മനുഷ്യരോട് അങ്ങനെ വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന സാഹചര്യങ്ങളൊന്നും എപ്പോഴും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരു ബാലൻ വന്ന് അദ്ദേഹത്തോട് ഗ്രീറ്റ് ചെയ്ത് സംസാരിച്ചു. വളരെ നല്ല രീതിയിൽ ഉള്ള ഒരു പ്രതികരണം ആയിരുന്നില്ല നൽകിയിരുന്നത്. അങ്ങനെ ജോൺ വളരെ വിഷമത്തിൽ തിരിച്ചു വന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ ഇന്ന് ആവശ്യമായൊരു ഇവൻ പ്രതീക്ഷിച്ച ഒരു പ്രതികരണം കിട്ടാത്തത് കൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം കിട്ടിയില്ല. അപ്പോൾ ഇവന് എവിടെയും സഹായം നിരസിച്ച ഒരു അവസ്ഥയായിരുന്നു. ആ വിഷമത്തോടെ തൻ്റെ മമ്മ മാർഗരറ്റിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് എൻ്റെ ഒരു അവസ്ഥ. ഞാൻ ചെന്ന് പറഞ്ഞെങ്കിലും അച്ഛൻ അതിന് സഹായിക്കാമെന്നൊന്നും പറഞ്ഞില്ല. ഒരു നല്ല വൈദികനാണെങ്കിൽ, ഒരു വൈദികൻ ദൈവത്തിൻ്റെ പുരുഷനാണെങ്കിൽ ഉറപ്പായിട്ടും കുട്ടികളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അവരുടെ സഹായത്തിന് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ അമ്മയോട് പറയുകയാണ്. അപ്പോൾ ഇവൻ്റെ വിഷമം കണ്ടപ്പോൾ അമ്മ ഒട്ടും പ്രതീക്ഷയില്ല വൈദികനിൽ നിന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടുമെന്ന്. അങ്ങനെ അമ്മ പറയും, വിഷമിക്കേണ്ട, ഞാനൊന്നും കൂടെ സംസാരിക്കാമെന്ന് പറഞ്ഞ് വൈദികൻ്റെ അടുത്ത് തന്നെ ചെന്ന് വീണ്ടും തൻ്റെ മകൻ്റെ ആവശ്യമൊക്കെ ഉണർത്തിക്കുകയാണ്. അങ്ങനെ മമ്മ മാർഗരറ്റ് സംസാരിച്ച ശേഷം വൈദികൻ ഇവന് വേണ്ട പഠനത്തിന് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് അവനോട് പറയുന്നു. അങ്ങനെ ജോൺ ബോസ്കോ ഗ്രാമർ സ്കൂളിൽ ചേർന്ന് പഠനം ആരംഭിക്കുകയാണ്. അവൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 12 മൈൽ ദൂരമുണ്ട് ഈ ഒരു സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ 12 മൈൽ എല്ലാ ദിവസവും നടന്ന് വേണം അവന് പോകാൻ. അതുമാത്രമല്ല, അവന് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഇവൻ വളരെ വൈകിയാണല്ലോ പഠനം ആരംഭിച്ചത്. അപ്പോൾ അവൻ്റെ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ ഇടയിൽ ഏറ്റവും മുതിർന്ന കുട്ടി ഇവനായിരിക്കും. അപ്പോൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് സഹപാഠികളിൽ നിന്നൊക്കെ അവനെപ്പോഴും പരിഹാസമൊക്കെ കേൾക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ എല്ലാ വിധത്തിലും പഠനം അവന് താല്പര്യമാണെങ്കിലും മറ്റു ഒരു വശം നോക്കുമ്പോൾ അവന് കുറച്ചധികം വിഷമതകളൊക്കെ അവന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അവൻ വളരെ മികവോടുകൂടി തൻ്റെ പഠനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി. അവൻ നന്നായി പഠിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്യാപകർക്കെല്ലാം അവനെ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ പക്ഷേ ഈ ഒരു നടത്തം, അതായത് 12 മൈൽ ദൂരം എല്ലാ ദിവസവും നടക്കണം എന്നുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ട്
അമ്മയ്ക്ക് വളരെയധികം തൻ്റെ മകനെ ഓർത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇതിനൊരു പരിഹാരം എന്തെങ്കിലും കണ്ടെത്തണമല്ലോ എന്ന് ആലോചിച്ചു. അങ്ങനെയാണ് അമ്മ ഇവൻ പോകുന്ന വഴിയിലൊരു വ്യാപാരിയുടെ അടുത്ത് ഈ മകനെ അവിടെ താമസിപ്പിക്കണം എന്നൊരു ആവശ്യം പറയുകയാണ്. അപ്പോൾ അവനാവശ്യമായ ഭക്ഷണത്തിനുള്ളതെല്ലാം പച്ചക്കറികളും ആവശ്യമായതെല്ലാം ഞാൻ നൽകിക്കൊള്ളാം, പക്ഷേ അവൻ ഇത്രയും ദൂരം നടക്കാനുള്ളത് കൊണ്ട് മാത്രം അപ്പോൾ കുറച്ച് ദൂരം പകുതി ദൂരം നടന്നാൽ മതി. ആ വഴിയിലാണ് പോകുന്ന വഴിയിലാണ് ഈ വ്യാപാരിയുടെ സ്ഥലമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവനെ അവിടെ താമസിപ്പിക്കാമോ, അവനെന്തെങ്കിലും ഒരു ചെറിയ ജോലി കൊടുത്താൽ മതിയാകും, അവന് നിന്നോളൂ എന്ന് പറഞ്ഞ് ആ വ്യാപാരിയുടെ അടുത്ത് അമ്മ സംസാരിക്കുകയാണ്. അങ്ങനെ മമ്മ മാർഗരറ്റിൻ്റെ ആ ഒരു ആവശ്യം അയാൾ അംഗീകരിക്കുകയും അവന് ആ ഒരു കടയിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനുള്ള ഒരു ജോലി നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോസഫ് അവിടെ താമസിച്ച് തൻ്റെ പഠനവും ജോലിയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം തന്നെ വൈദികനായി തീരണമെന്നുള്ളൊരു ആഗ്രഹം അവൻ്റെ മനസ്സിൽ വളരെ ശക്തമായി തന്നെ ജ്വലിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ ആ ഒരു കാര്യം, ആ ഒരു ഡിസയർ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവൻ എല്ലാ കാര്യങ്ങളും തൻ്റെ പഠനമായാലും ജോലിയായാലും എല്ലാം ആത്മാർത്ഥതയോടുകൂടി ചെയ്യുവാനായിട്ട് അവൻ നന്നായി പരിശ്രമിച്ചു. അതിനുശേഷം അവൻ്റെ ആ ഒരു വിദ്യാഭ്യാസ കാലഘട്ടമെല്ലാം കഴിഞ്ഞ് അവൻ സെമിനാരിയിൽ ചേർന്നു. അവൻ്റെ വൈദിക പഠനമെല്ലാം കഴിഞ്ഞു, വൈദികനായി തീരുകയാണ്. അങ്ങനെ മമ്മ മാർഗരറ്റിന് തൻ്റെ മകൻ്റെ ആ ഒരു സ്വപ്നത്തിന് കുടപിടിച്ച് കൂടെ നിന്നതിൽ വളരെയധികം സന്തോഷം തോന്നി. മമ്മ അവൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഒരു മോശപ്പെട്ട ഒരു കൃഷിക്കാരനായി തീർന്നാൽ എനിക്കതിൽ വിഷമമൊന്നും ഉണ്ടാകില്ല, പക്ഷേ നീ ഒരു തീക്ഷ്ണതയില്ലാത്ത ഒരു വൈദികനായി തീരുകയാണെങ്കിൽ അതെനിക്ക് വളരെയധികം ദുഃഖമുളവാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ എല്ലാവിധത്തിലും നിൻ്റെ ഉള്ളിൽ ആ ഒരു തീക്ഷ്ണത നഷ്ടപ്പെടുത്താതെ നല്ലൊരു വൈദികനായി തീരണമെന്നുള്ളൊരു ഉപദേശം മമ്മ ജോൺ ബോസ്കോയ്ക്ക് നൽകുകയാണ്. അതുകൂടാതെ പ്രസംഗത്തെക്കുറിച്ചും പറയുന്നുണ്ട്. നീ ലളിതമായ ഭാഷയിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം നിൻ്റെ പ്രസംഗങ്ങൾ നടത്തുവാനായിട്ടെന്ന് മമ്മ മാർഗരറ്റ് മകനെ ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ മമ്മയുടെ ഉപദേശങ്ങളൊക്കെ ജോൺ ബോസ്കോയുടെ മനസ്സിൽ അവസാനം വരെ അത് വളരെ നല്ല തീക്ഷ്ണതയോടു കൂടി തന്നെ നിൽക്കുന്ന ഒരു വൈദികനായി തീരണം എന്നുള്ളൊരു ആഗ്രഹത്തോടു തന്നെ ജോൺ ബോസ്കോ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ ഈ വൈദികനായ ശേഷം ജോൺ ബോസ്കോയ്ക്കൊരു ഇടവക വൈദികനാകാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാര്യം അതിന് കൂടുതൽ പണച്ചെലവുണ്ടെന്നൊരു കാര്യമുണ്ട് ഇടവക വൈദികനായി തീരണമെങ്കിൽ. അപ്പോൾ അത് മാത്രമല്ല, തനിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ കൂടുതൽ താൻ അതിൽ അഹങ്കരിച്ച് പോയേക്കാം എന്നുള്ളൊരു ചിന്തയൊക്കെ ജോൺ ബോസ്കോയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു മിഷണറി വൈദികനായി തീരണം എന്നൊക്കെയായിരുന്നു ജോൺ ബോസ്കോയുടെ ആഗ്രഹം. അങ്ങനെ തനിക്കിനി ഇതിനു വേണ്ടി പണം കണ്ടെത്തണമെങ്കിൽ അമ്മയെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കേണ്ടി വരും. അപ്പോൾ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി ജോൺ ബോസ്കോ പിന്നെ മമ്മയടുത്ത് പറയും, ഞാനൊരു ഫ്രാൻസിസ്കൻ വൈദികനായി തീരാം. അതാകുമ്പോൾ അവരൊക്കെ വളരെ നിസ്സാരമായ ഒരു ലളിതമായ ജീവിതം നയിക്കുന്നതാണ്, അപ്പോൾ തനിക്ക് അങ്ങനെ താനായി തീരാമെന്ന് ഒക്കെ മമ്മയടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം മറ്റൊന്നായിരുന്നു. പിന്നീട് പിൽക്കാലത്ത് സലേഷ്യൻ സഭയുടെ സ്ഥാപകനായി തീരുകയാണ് വിശുദ്ധ ജോൺ ബോസ്കോ. അങ്ങനെ സലേഷ്യൻ സഭയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് ജോൺ ബോസ്കോയും അതിൻ്റെ കോ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ജോൺ ബോസ്കോയുടെ അമ്മയായ മമ്മ മാർഗരറ്റുമാണ്. അങ്ങനെ ഈയൊരു സമയത്ത് നമ്മൾ നേരത്തെ ഒരു സംഭവം കണ്ടിരുന്നില്ലേ, ഒരു വൈദികൻ്റെ അടുത്ത് ചെന്ന് ജോൺ ബോസ്കോ തൻ്റെ ഒരു ആവശ്യം പറയുമ്പോൾ വൈദികൻ നിരസിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ജോൺ ബോസ്കോയുടെ മനസ്സിലൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതായത് താൻ വൈദികനായി കഴിഞ്ഞ് സേവനം ചെയ്യുമെങ്കിൽ അത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും തൻ്റെ സേവനമെന്ന്. അപ്പോൾ വൈദികനായ ശേഷം ഒരു സഹവൈദികനായിട്ടൊക്കെ ഒരിടത്ത് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നുണ്ട്, അവിടെ നല്ല രീതിയിൽ സേവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനുശേഷം ആ ഒരു കാലഘട്ടത്തിന് ശേഷം ജോൺ ബോസ്കോ പിന്നീട് കുട്ടികൾക്ക് വേണ്ടി, അതായത് ആരുമില്ലാത്ത കുട്ടികൾ, ഓർഫൺ അനാഥരായ കുട്ടികൾ അല്ലെങ്കിൽ തെരുവിൽ അലഞ്ഞ് നടക്കുന്നവർ, അങ്ങനത്തെ കുട്ടികളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു ഒറട്ടറി സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെയാണ് കുട്ടികൾക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ വളർത്താനും അവരെ നോക്കാനും അവരുടെ കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം അതെല്ലാം നോക്കാനൊക്കെ ആയിട്ടാണ് ജോൺ ബോസ്കോ പിന്നീടുള്ള തൻ്റെ ഒരു ജീവിതം ചെലവഴിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഒറട്ടറി സ്ഥാപിച്ച ശേഷം ജോൺ ബോസ്കോയ്ക്ക് മമ്മ മാർഗരറ്റിനെ തന്നോടൊപ്പം ചേർക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ജോൺ ബോസ്കോയുടെ സെമിനാരി കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് ആൻ്റണിക്ക്, ജോൺ ബോസ്കോയുടെ സഹോദരൻ, മൂത്ത സഹോദരൻ ആൻ്റണിക്ക് കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു,
ആ വീട് വിട്ടു പോകണമെന്ന്. അങ്ങനെ ആൻ്റണി അങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് അവിടെ നിന്ന് യാത്രയാകുന്നുണ്ട്. പിന്നീട് മമ്മ ഒറ്റയ്ക്കാണ്. അപ്പോൾ മമ്മയും കൂടെ തൻ്റെ കൂടെ ഈ ഒരു ശുശ്രൂഷയിൽ കൂടെ കൂട്ടണമെന്ന് ഡോൺ ബോസ്കോയ്ക്ക് വളരെ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ മമ്മയടുത്ത് ഈ കുട്ടികളുടെ കൂടെ ഒപ്പം വരാനായിട്ട് മമ്മയെ വിളിക്കുന്നുണ്ട്. അപ്പം ജോൺ ബോസ്കോ മറിച്ചൊരു പ്രതികരണമായിരുന്നു പ്രതീക്ഷ. എന്തെങ്കിലും പറയും എന്ന് വിചാരിച്ച് ആണ് പറഞ്ഞത്. പക്ഷേ മമ്മ മാർഗ്രറ്റ് പറഞ്ഞത്, നീ ഇപ്പോൾ പറഞ്ഞ കാര്യം ദൈവഹിതമാണെങ്കിൽ നിന്നോടൊപ്പം വരാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ് മമ്മ മാർഗ്രറ്റ് ജോൺ ബോസ്കോയോടൊപ്പം പിന്നീടുള്ള ആ കാലഘട്ടം മുഴുവൻ, അതായത് ഏകദേശം 10 വർഷത്തോളം ജോൺ ബോസ്കോയോടൊപ്പം മമ്മ മാർഗ്രറ്റ് അവിടെ സേവനമനുഷ്ഠിച്ചു ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആരുമില്ലാത്തവരാണ്. പക്ഷേ അവർക്ക് ഒരിടത്ത് പോയിട്ട് അവർക്ക് തിരിച്ചു വരാൻ നമുക്കറിയാം, നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ആകർഷിക്കുന്ന, നമ്മളെ കാത്തിരിക്കുന്ന ഒരു ആളവിടെ ഉണ്ട്, ആരെങ്കിലും അവിടെ ഉണ്ടെന്നുള്ള ഒരു തോന്നലാണ് നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ എപ്പോഴും തിരിച്ചെത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ആകർഷിക്കുന്നത്. അപ്പോൾ അതുപോലെ ആയി തീർന്നു ഈ കുട്ടികൾക്ക് ആ ഒരു ഒറട്ടറി എന്ന് പറയുന്നത്. അവർക്ക് ഇതൊരു സാധാരണ ഒരു അക്കോമഡേഷൻ പ്ലേസ് എന്നതിനേക്കാൾ ഉപരി ഇതൊരു കുടുംബമായി തീർന്നു. മമ്മ മാർഗ്രറ്റിൻ്റെ സാന്നിധ്യം അവർക്ക് യഥാർത്ഥത്തിൽ ഒരു അമ്മയുടെ സാന്നിധ്യം പോലെ തന്നെയായിരുന്നു. അപ്പോൾ ആ കുടുംബത്തിലെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളോടൊപ്പം മമ്മയുടെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ഒരു കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാനായിട്ടും കൂടുതൽ സ്നേഹത്തിലൊക്കെ ജീവിക്കാനൊക്കെ ആയിട്ട് മമ്മയുടെ പ്രസൻസ് അതിനിടയാക്കി. അങ്ങനെ മമ്മ മാർഗ്രറ്റിൻ്റെ അവിടുത്തെ ഒരു ആ ഒരു 10 വർഷത്തെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് മമ്മയ്ക്ക് ഈ ലോകത്തിൽ നിന്ന് യാത്രയാകേണ്ട ഒരവസ്ഥ വന്നു. അങ്ങനെ മമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായി, ന്യൂമോണിയ ബാധിച്ചു. അങ്ങനെ ഇറ്റലിയിലെ ടൂറിനിൽ വെച്ച് 1856 നവംബർ 25-ാം തീയതി മമ്മ മാർഗ്രറ്റ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. മമ്മ മാർഗ്രറ്റിൻ്റെ ആ ഒരു മരണ ദിവസത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക, അന്ന് ഒത്തിരിയേറെ യുവജനങ്ങൾ അവിടെ ആ ഒരു മരണസമയത്ത് മമ്മയുടെ ആ ഒരു കബറിൽ വന്ന് കരയുന്നുണ്ടായിരുന്നെന്ന്. കാര്യം തങ്ങളുടെ സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടാൽ എങ്ങനെയായിരിക്കും കരയുക, അതുപോലെ എല്ലാവർക്കും ഒരു സ്വന്തം അമ്മയെ പോലെയായിരുന്നു മമ്മ മാർഗ്രറ്റ്. അത്രത്തോളം ജീവിതങ്ങളിൽ മമ്മ മാർഗ്രറ്റ് സ്വാധീനം ചെലുത്തിയിരുന്നു, യുവജനങ്ങളുടെയും കുട്ടികളുടെയും ജീവിതത്തിൽ വരെ. അതിനുശേഷം 2006 നവംബർ 15-ാം തീയതി ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ മമ്മ മാർഗ്രറ്റിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. നമ്മൾ കണ്ടു, മമ്മ മാർഗ്രറ്റിൻ്റെ ജീവിതം വളരെയേറെ സഹനങ്ങൾ നിറഞ്ഞതായിരുന്നു. ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ദൈവത്തിലുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തിൽ തന്നെ ഏൽപ്പിച്ച ആ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റവും വിശ്വസ്തയോടുകൂടി കൊണ്ടുപോകാനായിട്ട് മമ്മ മാർഗ്രറ്റ് പരിശ്രമിച്ചു. മമ്മ മാർഗ്രറ്റിൻ്റെ ജീവിതം നമുക്കും മാതൃകയാക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റവും വിശ്വസ്തയോടുകൂടി ചെയ്യുവാനായിട്ടും അതെല്ലാം ദൈവത്തോടു കൂടി ചേർന്ന് ചെയ്യുവാനൊക്കെ ആയിട്ട് നമുക്കും പരിശ്രമിക്കാം.